ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഈ യുദ്ധ സമയത്ത് അങ്ങ് കുവൈറ്റിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട് ഗായ്സ്. ഒരു പെട്ടി വന്നിട്ടുണ്ട്. മൈ ബിലവ്ഡ് സിസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അയച്ചതാണ്. കാർഗോ വഴിയാണ് ഇത് വന്നത്. സോ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്നോട് പറഞ്ഞേക്കുന്നത് കുറച്ച് ഡ്രസ്സ് ഉണ്ട്, കുറച്ച് ബുക്ക് ഉണ്ട്. ഡ്രസ്സ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഐ ആം എക്സൈറ്റഡ് ഫോർ ഡ്രസ്സ്. സംഭവം എന്ന് വെച്ചാൽ ഇത് അവിടെ ഇട്ട ഡ്രസ്സാണ്. എന്നിട്ട് ഈ കഴിഞ്ഞ വരവിന് ഇവിടുന്ന് കുറേ പുതിയ ഡ്രസ്സ് കൊണ്ടുപോയപ്പോഴേക്കും അവൾ അവിടെ ഇട്ട ഡ്രസ്സൊക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. ഡ്രസ്സ് ഞാൻ ആരുടെ പഴയത് കിട്ടിയാലും ഇടും ഗൈസ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സിയാജു. ഓക്കെ, ഇതൊരു വലിയ ഇതാണ്. അതിനകത്ത് മാറ്റിക്കോ. ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട്. എറൗണ്ട് ഒരു 7 kg ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി സിയ ഇവിടെ ലീവിന് വരാൻ നേരത്ത് കൊണ്ടുവരാൻ വേണ്ടി പാക്ക് ചെയ്തതാണ്. പക്ഷേ വെയിറ്റ് കൂടിയത് കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അവളവിടെ ലീവ് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കാർഗോ വഴി അയച്ചു തന്നതാണ്. ഓക്കെ, ബാഗിൽ എന്താണെന്ന് കാണാൻ അമ്മച്ചിക്ക് നല്ല തോര. അത് നമുക്ക് അടുത്തുണ്ട്. ഗൾഫിലെ സ്മെല്ല്. ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ സ്മെല്ല് ഉണ്ടാവില്ലേ? ആണ്. ഇത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, 2 പാക്കറ്റ് ചോക്ലേറ്റ് ഉണ്ട്. അത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 2 പാക്കറ്റ് ചോക്ലേറ്റ്. പിന്നെ ബുക്സ് ആണ് ഗൈസ്. കുറച്ച് ബുക്സ്. അത് അവളവിടെ വായിച്ച് ഇവിടുന്ന് കുറേ ബുക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി അവളവിടെ വായിച്ച് കഴിഞ്ഞ ബുക്സ് ആണ്. അപ്പം ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതൊരു ബെഡ്ഷീറ്റാണ്. ഇതെന്താ ബെഡ്ഷീറ്റാണ് തന്നിട്ട്? നല്ല സ്മെല്ല്. ഒരു ഡ്രസ്സ്, ബുക്ക്. സെയിം ബുക്ക് ഞാനും മേടിച്ചിട്ടുണ്ട് വായിക്കാനായിട്ട്. ഇതെന്താ? Wow, guys, I like this. രണ്ട് സ്പെക്സ് ഉണ്ട്. താങ്ക് യു. ആൻഡ് ഇതൊരു ഷർട്ടാണ്. ഇതൊരു ഷർട്ടുണ്ട്. എന്താ? ഇതൊരു പാൻറ്. ആദ്യം കൊണ്ടുവരല്ലേ? ഇത് കോട്ട് സെറ്റാണ്. ഒരു കോട്ട് സെറ്റ് ഞാൻ മേടിക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. തിരിഞ്ഞു വന്നു. ഇതൊരു കോട്ട് സെറ്റാണ്. ഇതൊരു ഷർട്ടുണ്ട്. പിന്നെ ഇതൊരു ഷർട്ട് മോഡല്. ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചാൽ ഇല്ല. അവൾ അവിടെ നിന്ന് മേടിച്ച കുറെ ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഓൾറെഡി കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇത് ചുരിദാറിന്റെ ടോപ്പാണ്. സ്ലിറ്റർ ടോപ്പ് ഞാൻ ഇടാറില്ല. ബട്ട് ഇതെങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴുത്ത് ഇങ്ങനെ വി വന്നിട്ട് ഇങ്ങനെ ലേസ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈക്ക് ലേസ് വെച്ചല്ലേ നമ്മളത്? അത് തന്നെ. ഇടക്കിടും. ഇടക്ക് വല്ലപ്പോഴും ഞാൻ സ്ലിറ്റ് ഇട്ടാൽ. ഇത് അവള് കഴിഞ്ഞ തവണ കൊണ്ടുപോയത് അമ്മച്ചി അയച്ച ഡ്രസ്സാണ്. അമ്മച്ചി അയച്ച ഡ്രസ്സിൽ സി ഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്തതായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ വരവിന് കൊണ്ടുപോയതാ. എന്നിട്ട് ഇപ്പൊ അവള് തിരിച്ചയച്ചു. ഈ എംബ്രോയിഡറി ഫുള്ള് സി ഒറ്റക്ക് ചെയ്തതാണ്. നൈസല്ലേ? പിന്നെന്താ ഇതെന്താ?
ഇതൊക്കെ ഇങ്ങനെ മറിച്ച് വെച്ചേക്കണം. എല്ലാം മറിച്ചാണ് അവൻ അലക്കി വെച്ചിരുന്നത് അങ്ങനെയല്ലേ വെക്കണം. മണക്കി വെച്ചത് അങ്ങനെയല്ലേ എല്ലാം മറിച്ചിട്ടേക്കണം. ഇതൊരു എയർലൈനാണ്. സ്ലിറ്റില്ലല്ലോ. സ്ലിറ്റില്ല. ഇതൊക്കെ ഇത് ഇപ്പം മേടിച്ചതാ? ഇങ്ങനെ മേടിച്ചതാണോ ഇത്? ഓർക്കണില്ല. ഇല്ല. സംഭവം എനിക്കിപ്പോൾ ജോലിക്കിടാൻ കുറേ ഡ്രസ്സായി. ഡ്രസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വെക്കിയിരുന്നു. പക്ഷെ എല്ലാം മറിച്ചാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. കഴുകി വെച്ചിട്ട് അങ്ങനെ മറിച്ച് വെച്ചതറിയാല് എല്ലാം ഞാനിനി തിരിക്കണ്ടേ? തിരിച്ചെടുക്കാൻ പിന്നെ പറ്റുമോ? ഇങ്ങനത്തെ ഡ്രസ്സിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. ഇതെന്താ? ഇതും എലൈൻ പോലത്തെ ഒറ്റ ഡ്രസ്സാണിത്. ആണോ? ഇത് കൊണ്ടാണോ? പിന്നെ ഒരു ബനിയനുണ്ട്. 2 ജീൻസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ ഓൾറെഡി വായിച്ച ബുക്കാണ്. ജീൻസ് ഉണ്ട് ഗൈസ്. ഒരു ബ്ലൂ ജീൻസ് ഉണ്ട്. മറിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഒരു ഗ്രേ കളർ ജീനുണ്ട്. ലുക്ക് അറ്റ് ദിസ്. കുറേ ഡ്രസ്സുണ്ട്. ഡ്രസ്സാണ് കൂടുതലും. ഇതൊക്കെയാണ് നമുക്ക് സിയ കാർഗോ വഴി അയച്ചു തന്നത്. താങ്ക് യു സോ മച്ച്. കാരണം ഇപ്പം എനിക്ക് ജോലിക്ക് പോകാനിടാൻ ഡ്രസ്സില്ല വലിയ സങ്കടം വരുന്നു. ഇപ്പം അതൊക്കെ മാറി. കുറേ ഡ്രസ്സ് കിട്ടി. സോ ഗായ്സ്, നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ. പോസ്റ്റ് ചെയ്തോ.